ഫെയർ ട്രേഡ് അലയൻസ് കേരളയുടെ സമൃദ്ധി സ്വാശ്രയ സംഘം ബ്ലാത്തൂർ വയലിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം സംഘടനയുടെ ചെയർമാൻ സണ്ണി നെട്ടുംതകിടിയിൽ നിർവഹിച്ചു. 80 സെന്റ് സ്ഥലത്താണ് പച്ചക്കറി കൃഷി നടത്തിയത്. 18ഓളം വരുന്ന സമൃദ്ധി സംഘത്തിന്റെ ആദ്യ പച്ചക്കറി കൃഷി വിളവെടുപ്പാണ് നടന്നത്. കെ സജിനി സ്വാഗതവും റിപ്പോർട്ട് അവതരണവും നടത്തി. ജോസ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജോയി കാവാലം സംസാരിച്ചു. ചടങ്ങിൽ ധനസഹായ വിതരണം ഫാദർ ജോയി കൊച്ചുപാറ നിർവഹിച്ചു. CP പുഷ്പ ചടങ്ങിന് നന്ദി പറഞ്ഞു. മഞ്ഞൾ, കുമ്പളം, വെള്ളരി, ചീര, തണ്ണിമത്തൻ, വെണ്ടയ്ക്ക, പയർ, പച്ചമുളക് തുടങ്ങിയവയാണ് കൃഷി നടത്തിയത്. വരും നാളുകളിലും ജൈവ കൃഷി മികച്ച രീതിയിൽ തുടരാനാണ് സമൃദ്ധി സ്വാശ്രയ സംഘത്തിന്റെ തീരുമാനം. അതായത് നമ്മൾ ഈ മാഞ്ചോട്ടിൽ കൂടുക എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും കാലത്തിനുണ്ടായ ഒരു ആദ്യ അനുഭവമാണ് എനിക്ക്. നമ്മളെല്ലാവരും കെട്ടിടത്തിനുള്ളിലാണ് കൂടുക. നമ്മൾ പ്രകൃതി സംരക്ഷണം പറയുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും കൃഷിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന നമ്മളെല്ലാവരും യോഗങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വീടിനുള്ളിൽ കൂടുകയും വലിയ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് വെച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളുകളാണ്. ഇതേതായാലും തിരിച്ചൊരു അനുഭവമാണ്. അതായത് കൃഷിയിടത്തിൽ തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി കൃഷി കണ്ട് അത് പറിച്ച് തിന്ന് വന്നപ്പോൾ തന്നെ നല്ല മോരും വെള്ളവും നല്ല കക്കിരി കഷ്ണവും കഴിക്കുക എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വല്ല ഉള്ളിവട, പഴംപൊരി, ചായ അതൊക്കെയാണ് നമ്മൾ സാധാരണ കൂടുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ കാര്യങ്ങളും. അത് എന്തായാലും ഇതിൻ്റെ സംഘാടകർക്ക് അക്കാര്യത്തിൽ ഏറ്റവും നല്ലൊരു അഭിനന്ദനം ഞാൻ തരികയാണ്. വേനലൊട്ടും പറ്റിയിടാത്തൊരു വെള്ളരിക്കുണ്ടുണ്ട് എന്നോട് നാട്ടിൽ. വെള്ളരിക്കുണ്ടൊരു കുളമായപ്പോൾ വെള്ളം വേണ്ടതുപോലെ കന്നിക്കൊയ്ത്ത് കഴിഞ്ഞൊരു വയലിൽ കന്നിന് പകരം ടില്ലറടിച്ച് കൈക്കോട്ടാലയെ കൊത്തിമറച്ച് കർഷകർ നട്ടിയെ വരവേൽക്കുന്നു. നട്ടിക്കൃഷി ഒരു ഫലമാകുന്നു. നട്ടുച്ചയ്ക്കും പണി തുടരുന്നു. നട്ടു നനച്ച കറിയുടെ ചാറ് നൊട്ടി നുടയ്ക്കാൻ കൊരിയുന്നു. പിന്നെ ഈ പങ്കെടുത്ത ആൾക്കാർ മുഴുവൻ ലൈവാണ്. കൈപ്പക്കുരുവിന് കുഞ്ഞിരാമേട്ടൻ കുട്ടിയപ്പാട്ടിന് ചട്ടം കെട്ടി, കുഞ്ഞമ്പാട്ടൻ വെള്ളരി വിത്ത് കുഞ്ഞന്താട്ടിന് നൽകിയിടുന്നു. കുമ്പള വിത്ത് കൊടുക്കാമെന്ന് കുമ്പേടത്തി പറഞ്ഞിടുമ്പോൾ കൊമ്പൻ പയറിൻ കുരുണ്ടെന്ന് തമ്പായിച്ച് ഒഴിഞ്ഞിടുന്നു. മത്തൻ വിത്തിന് മാധവിയച്ചി പുത്തൻ വീട്ടിൽ പോയിടുന്നു. ചെത്തൻ വിത്തിത് മാധവി നൽകി ഇത്തിരി കാർത്തിയായനിയും വാങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ മുഴുവൻ ലൈവായിട്ട് ജീവനോടല്ലേ. അതിലിപ്പോൾ കുറേ ആൾ മരണപ്പെട്ടു. അപ്പോൾ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ജീവിച്ചിരിക്കുന്ന ആളെ വെച്ചിട്ട് തന്നെ ഒരു കവിത എഴുതി. ആ കൃഷി വളരെ ഗംഭീരമായി വിജയിച്ചു. അത് അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയൊരു പാട്ടായിരുന്നു. അപ്പോൾ അതിനെ ഓർമ്മിക്കുന്ന സ്മരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംഘടനയുടെ ചില ഘട്ടങ്ങളിൽ ചിന്തിച്ച കുറേ കാര്യങ്ങൾ, അതിൽ ഒന്ന് രണ്ട് അല്ലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളിന്ന് സാധ്യതമാക്കി. അതിലൊന്നായിരുന്നു നമ്മളീ പ്രസംഗിക്കുന്ന ജൈവ കൃഷിയെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മൾ തന്നെ ജൈവ രീതിയിൽ ഉണ്ടാക്കുന്ന വളം നമ്മുടെ കർഷകരിൽ എത്തിച്ചേരണം. അപ്പോൾ അതിന്ന് ഒരു പരിധിയല്ല, നല്ല രീതിയിൽ അതിന്ന് സാധ്യതമായി. അതുപോലെ കുറേ വർഷം മുമ്പ് പോലെ ഞാൻ ആഗ്രഹിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ചെടിയും പറിച്ചുകൊണ്ട് കാർഷിക കോളേജിൽ പോയി പരിശോധിക്കാൻ അവരത് അങ്ങോട്ട് എറിഞ്ഞു കാണും. പിന്നെ പരിശോധിക്കാൻ ചെന്നാൽ എന്തെങ്കിലും പറയും. നമ്മൾ ഇത്രയും കർഷകരുണ്ട്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. നമുക്കൊരു ചെറിയ ലാബ് കൃഷി ആവശ്യത്തിന് മാത്രം, അല്ലെങ്കിൽ കൃഷി ഞാനൊരു 15 വർഷം മുമ്പെങ്കിലും അതേക്കുറിച്ച് ഞാൻ പല സ്ഥലത്തും പീരിമേടും ഒക്കെ പോയി അന്വേഷിച്ച് അതിന് എന്ത് ചിലവ് വരും എന്നൊക്കെ പഠിച്ചതാണ്. അതിന് മാത്രം വലിയ ചിലവും സാമ്പത്തിക പരാധീനതകളും ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മൾ മണ്ണിൻ്റെ ഗുണനിലവാരം അറിയിക്കാൻ ഇതുപോലെയുള്ള കീടങ്ങളോ അല്ലെങ്കിൽ മറ്റ് തരത്തിൽ കൃഷിയെ ബാധിക്കുന്ന അസുഖങ്ങളോ വന്നാൽ അതെന്താണെന്ന് കണ്ടുപിടിച്ച് പ്രത്യുത്തരം അതിന് അപ്പം തന്നെ പരിഹാരം എന്താണ് എന്ന് നമുക്ക് ചെയ്യത്തക്ക വിധത്തിൽ നമുക്കിപ്പോൾ ഇന്നുള്ള സൗകര്യത്തിൽ നമ്മുടെ ഓഫീസിൻ്റെ ഒരു ചെറിയ മൂലയോ അല്ലെങ്കിൽ അവിടെ 2 ഷീറ്റ് ഇട്ടിട്ടോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സംരംഭങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും.